ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ചില കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ മൂക്കിൽ വിരൽ വെച്ച് പോകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ചിലത് പറയുമ്പോൾ എല്ലാവരും അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നതിന് പകരം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുന്നത് ഉചിതമാണ്. രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണുകൾ കൊണ്ട് മാത്രം ഇതിനെയെല്ലാം കാണരുത് എന്നുള്ളതാണ് ഒരു അപേക്ഷ. കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത മീഡിയാസിന് ഉണ്ട്. മീഡിയാസ് എന്ന് പറയുന്നത് ഫോർത്ത് എസ്റ്റേറ്റാണ്. മീഡിയാസിൻ്റെ കർത്തവ്യം അവർ നിർവഹിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടുള്ളതല്ല, ചെയ്യുകയും ചെയ്യരുത്. അതിൽ ആരാണ് ഈ പറയുന്ന ആളിൻ്റെ രാഷ്ട്രീയം, ഇല്ലെങ്കിൽ പറയുന്നതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ടുള്ളതല്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് പകരം പറയുന്നതിൻ്റെ കാമ്പും കഴമ്പും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശരിയായ രീതിയിൽ വിലയിരുത്താൻ ഉള്ളത്. കേരളത്തിൽ ഇപ്പോൾ ഈ ആളുകളെല്ലാം തന്നെ കുറച്ചുകൂടി ബൗദ്ധിക തലത്തിൽ ഉയർന്ന നിലവാരത്തിലെത്തിയ ആളുകളാണ്. നിരന്തരമായി വാർത്തകൾ ശ്രദ്ധിക്കുകയും പത്രവാർത്തകളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ അവലോകനം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. ആട്ടോറിക്ഷക്കാരൻ പോലും ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ശരിയായി വിലയിരുത്തുന്ന ആളുകൾ തന്നെയാണ്. ഇത് ആമുഖമായി ഞാൻ പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു സൂചന തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ വാർത്തയാണ് അടുത്ത കാലത്ത് പുറത്ത് വന്നത്. പക്ഷേ അതെല്ലാം മാധ്യമങ്ങളൊന്നും തന്നെ വലുതായിട്ട് ആഘോഷിച്ചില്ല. ഒരു ചെറിയ വാർത്തയായിട്ട് അത് ഒതുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കറിയാമോ, ഈ ഊരാളുങ്കൽ സൊസൈറ്റി ഫോർ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി, ഇങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. ഇതൊരു സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ്, ഒരു സഹകരണ സ്ഥാപനം ആണ്. ഈ സ്ഥാപനം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സൊസൈറ്റിയാണ് ചെയ്തത്. സെക്രട്ടേറിയറ്റിൽ തന്നെ നിരവധി നിർമ്മാണങ്ങളൊക്കെ ഈ സൊസൈറ്റിയാണ് ഏൽപ്പിച്ചത്, സൊസൈറ്റിയാണ് ചെയ്യുന്നത്. ഈ സൊസൈറ്റിക്ക് ഒരു നിർമ്മാണ പ്രവൃത്തി കൊടുത്താൽ ടെൻഡർ വേണ്ട എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു കാര്യം. ടെൻഡർ ആകുമ്പോൾ അതിന് കോമ്പറ്റീഷൻ ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന ആളിന് നിർമ്മാണം കൊടുക്കുകയും ചെയ്യും. അത് മറ്റെല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഇതര സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളുമൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിക്ക് ഇതൊന്നും വേണ്ട എന്നുള്ളത് കൊണ്ട് പലതും അവരെ ഏൽപ്പിക്കുന്നു. ശരി, നടന്നോട്ടെ. പക്ഷേ ഇപ്പോൾ ചെയ്തത് ഒരു നിർമ്മാണ പ്രവൃത്തി മാത്രം നടത്തുന്ന കാര്യം മാത്രമല്ല, മറിച്ച് ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് ചുമതല പോലും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയെ ഏൽപ്പിച്ച ചരിത്രം കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇത് സാംസ്കാരിക വകുപ്പാണ് ഏൽപ്പിച്ചത്. സാംസ്കാരിക വകുപ്പ് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിലുള്ള വകുപ്പ് തന്നെയാണ് ഈ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്. അവരെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അറിവോടുകൂടി തന്നെയെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതില്ലല്ലോ. കൊല്ലം SN സമുച്ചയത്തിൻ്റെ, ശ്രീനാരായണ സമുച്ചയത്തിൻ്റെ നടത്തിപ്പ് ചുമതലയാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറുടെ ശുപാർശ പ്രകാരം ഈ വകുപ്പ് തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിച്ചത്. ഈ സമുച്ചയത്തിൻ്റെ നിർമ്മാണം നടത്തിയത് ഊരാളുങ്കൽ, അതിൻ്റെ നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ സമുച്ചയത്തിൻ്റെ ബാക്കി ഭരണപരമായ കാര്യങ്ങളായാലും അത് നടത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളായാലും ഇതെല്ലാം തന്നെ ഇനി എവരാണ് നടത്തുക? ഇവർക്ക് അതിൽ എത്ര എക്സ്പെർട്ടൈസ്ഡായ ആളുകളുണ്ട് ആർക്കും അറിയില്ല. ഈ സൊസൈറ്റി ഇത് നടത്തിക്കൊണ്ടു പോകുമെന്നാണ് പറയുന്നത്. 11 ജില്ലകളിൽ സാംസ്കാരിക നായകരുടെ പേരിൽ ഒരു സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കണം എന്ന് ഒരു ബജറ്റ് പ്രപ്പോസൽ കൊണ്ടുവന്നത് തോമസ് ഐസക്കാണ്. അത് ഇപ്പോഴല്ല, മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, LDFൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് തോമസ് ഐസക്ക് മന്ത്രിയായില്ലല്ലോ, മറിച്ച് മുൻ കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചതാണ് കൊല്ലത്തുള്ള SN സമുച്ചയം.
ഈ സമുച്ചയമാണ് ഇപ്പോൾ ഇനി ഭരിക്കാൻ പോകുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. സർക്കാർ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് ആരാ ചെയ്യേണ്ടത്? സർക്കാർ തന്നെയല്ലേ? എത്രയോ സാംസ്കാരിക സമുച്ചയങ്ങൾ ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ കീഴിലുണ്ട്. ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ കീഴിലുണ്ട്. അതിൻ്റെ നടത്തിപ്പൊന്നും ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിട്ടില്ല. ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലും എന്നുള്ളതാണ് വിചിത്രമായിരിക്കുന്നത്. മറ്റേത് സർക്കാർ നിയോഗിക്കുന്ന ഒരു സമിതി ഉണ്ടാവും, അതിനൊരു ചെയർമാനും അംഗങ്ങളും ഉണ്ടാകും. ഇപ്പോൾ വൈലോപ്പള്ളി ഈ സംസ്കൃതി ഭവൻ, അതുപോലെ ഭാരത് ഭവൻ, ഇതൊക്കെ തന്നെ സാംസ്കാരിക സ്ഥാപനങ്ങളാണ്. ഇതിനു വേണ്ടി കുറേ ആളുകളെ, സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യും, അതിനൊരു ചെയർമാനെയും വെക്കും. സർക്കാരിൽ നിന്ന് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടേഷനിലോ മറ്റോ ഇതിൻ്റെ MD ആയി പോകും, ഇല്ലെങ്കിൽ മെമ്പർ സെക്രട്ടറി ആയി പോവുകയും ചെയ്യും. ഇതാണ് കീഴ്വഴക്കം. കേരളത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ളതും ഇത് തന്നെയാണ്. പക്ഷേ അതൊക്കെ വിസ്മരിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. നിലവിൽ ഇനി കോൺട്രാക്റ്റ് സൊസൈറ്റി, വീട് നിർമ്മിക്കുകയും കെട്ടിടം നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സൊസൈറ്റി ഇനി ഒരു കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു സാംസ്കാരിക സമുച്ചയത്തിൻ്റെ നടത്തിപ്പ് ചുമതലക്കാരായി വരുന്നു എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ വരികൾക്കിടയിൽ നിന്നും നിങ്ങൾക്ക് വായിക്കാനുള്ളത് നിങ്ങൾക്ക് വായിക്കാം. പക്ഷേ ഇത് കഷ്ടം എന്ന് മാത്രമല്ലാതെ മറ്റൊന്നും പറയാൻ ഇല്ല. പക്ഷേ ഇതിനെതിരെ ഒരാൾ പോലും പ്രതികരിച്ച് കണ്ടില്ല. ഈ ന്യൂസ് പത്രത്തിലെ ഒരു മൂലയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ തുടർ റിപ്പോർട്ടുകളും വന്നില്ല. ഇത് ആരും ഏറ്റെടുത്തും ഇല്ല. കാരണം ഇപ്പോൾ അങ്ങനെയാണല്ലോ കേരളത്തിൻ്റെ സ്ഥിതി. ശക്തമായി ഇതൊക്കെ ഏറ്റെടുത്ത് കൊണ്ടുവരാനോ ഇതില്ല മൈനസുകളെ ചൂണ്ടിക്കാണിക്കാനോ ഒന്നും കേരളത്തിൽ ഇപ്പോൾ ആരുമില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകളുടെ ശ്രദ്ധയിൽ വരുന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങളൊക്കെ എടുത്ത് പെരുപ്പിച്ച് അത് കൊണ്ടുവരുന്നു. 2-3 ദിവസം, ഇല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അത് ലൈവായി നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ ആ സംഭവം തന്നെ ഫ്രീസ് ചെയ്യപ്പെട്ട് പോകുന്നു. പിന്നീട് അതിനെ ആരും ഫോളോ ചെയ്യാനും ഇല്ല. അതിൻ്റെ അനന്തര ഫലമായിട്ടുണ്ടായിട്ടുള്ള തീരുമാനങ്ങളോ അതിൻ്റേതായ പ്രവർത്തികളോ പിന്നീട് ആരും എടുത്ത് പറയാറും ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. നേരെ മറിച്ച് പലരും പറയാറുണ്ട്, ഇപ്പോൾ പ്രതിപക്ഷത്ത് CPM ആയിരുന്നെങ്കിലും എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളത്. ഇത്തരം ഒരു പ്രവർത്തികൾ കൊണ്ടുവന്നാൽ നഖശിഖാന്തം എതിർക്കാൻ ആ പാർട്ടി മുന്നിട്ടിറങ്ങും, നടത്തിയെടുക്കുകയും ചെയ്യും. അതിനുള്ള ലീഡർഷിപ്പ് സംവിധാനം അവർക്കുണ്ട്, അവരത് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും അതിൻ്റേതായ നിലയിൽ നോട്ട് ചെയ്ത് ബഹുജന മധ്യത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതും ഒരു സങ്കടമായി തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. നന്ദി.